വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടായിട്ടല്ല. ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ആകെപ്പാടെ മൊത്തത്തിലൊരു കുളിർമയാണ്. കാരണം ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് എണീറ്റ് വന്നപ്പോൾ എവിടെ നോക്കിയാലും ആ ഒരു തണുപ്പും ആ ഒരു കുളിർമയും എല്ലാം. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു കുളിർമ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ആയിരിക്കും. ഇന്നലെ രാത്രി ഞാൻ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എനിക്കിന്ന് ഫുൾ ആ ഒരു ടൈം ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കണം, സമയം ഒട്ടും വേസ്റ്റ് ചെയ്യരുത് എന്നാണ് ഇന്നത്തെ എൻ്റെ തീരുമാനം. ഓരോ ദിവസം നമ്മൾ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഓരോരോ മൂഡാണ്. അപ്പോൾ ഇന്ന് എനിക്ക് എണീറ്റ് വന്നപ്പോൾ എന്തായാലും ഇന്ന് നല്ല പോലെ പഠിക്കണം. ഞാൻ വിചാരിച്ച എത്രത്തോളമാണോ അത്രത്തോളം പോർഷൻസ് കവർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എണീറ്റത്. അതുകൊണ്ട് ഞാൻ എണീറ്റപ്പോൾ തന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഫോണിൽ കുത്തി സമയം കളയാനിരുന്നില്ല. നേരെ അങ്ങോട്ട് എണീറ്റ് ഞാൻ ഏതാണോ വിചാരിച്ച ടോപ്പിക്ക് ആ ടോപ്പിക്ക് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പഠിക്കാനായിട്ടിരുന്നു. PSC പോലുള്ള ഒരു മത്സര പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക് എടുത്തിട്ട് അതിൻ്റെ സിലബസ് എടുത്ത് വെച്ചിട്ട്, സിലബസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ആ സിലബസ് എഴുതി എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുന്നവരുണ്ട്. എനിക്ക് വന്നത് കൂടിപ്പോയൊരു 10-20 രൂപയാകുമായിരിക്കും. നമ്മൾ എഴുതാനൊന്നും നിൽക്കേണ്ട. എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് തന്നെയാണ്. സിലബസിൻ്റെ പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് നമ്മുടെ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഞാൻ അതിനു വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് എടുത്തിട്ട് ചിലരുണ്ട് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ഇരിക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നതിലും ബെറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, ബയോളജിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, ഫിസിക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക. അങ്ങനെ ഓരോ ദിവസം ഓരോ വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിക് എടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് വീതം മാറി മാറി പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് പെട്ടെന്ന് ഇത് ബോറടിക്കത്തില്ല. മറ്റതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മടുക്കുകയും ചെയ്യും, നമുക്ക് പിന്നീട് അത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മളെ അനുകൂലവും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. പഠിക്കാനുള്ള ചുറ്റുപാട് സാഹചര്യങ്ങൾ നമ്മൾ തന്നെ നമുക്ക് അനുകൂലമാക്കി എടുക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് കൂടുതൽ നേരം പഠിക്കാനും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടിരുന്ന് പഠിക്കാനും ഒക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ടോപ്പിക്ക് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളത്. അതായത് എപ്പോഴും ഒരേ ടോപ്പിക്ക് തന്നെ പഠിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിരിക്കാതെ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ പോർഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസത്തേക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കും പെട്ടെന്ന് തീരും, സിലബസും വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും. കാരണം റിവിഷൻ കൊടുക്കാനും സമയം ഉണ്ടാകത്തില്ലല്ലോ. നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കുന്നതെങ്കിൽ ആ വീക്കെൻഡിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിരിക്കുമല്ലോ റിവിഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതൊരു വഴിക്കാക്കിയിട്ട് മറ്റേത് എടുത്ത് നോക്കുമ്പോൾ അത് വേറൊരു വഴിക്കാകും. അപ്പം നമ്മൾ ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്ക് എടുത്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3-4 ടോപ്പിക്ക് ഒരു ദിവസം കുറഞ്ഞത് 4 ടോപ്പിക്കെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അത് നല്ല രീതിയിൽ നല്ല പോസിറ്റീവ് രീതിയിൽ നമ്മളത് എഫക്റ്റ് ചെയ്യും. ഞാനിന്ന് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള, എനിക്കെന്നല്ല നമ്മളെല്ലാ PSC ഉദ്യോഗാർത്ഥികളും പഠിക്കുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഒരു കാര്യത്തെ പഠിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഒരു ടോപ്പിക് എടുത്തിട്ട് പഠിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്മീഷനുകളിലെ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് കൂടുതൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും നല്ലപോലെ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതും. അതെങ്ങനെയാണെന്നാൽ ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമുണ്ട്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും വ്യത്യാസമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലത് നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ അത് പിന്നെയും നമുക്ക് കൺഫ്യൂഷൻ വരും, ഇവിടെ അങ്ങനെയാണോ അവിടെ ഇങ്ങനെയാണോ എന്നൊക്കെ. രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് നിൽക്കും. അപ്പം ഞാൻ വൊക്കാബ്സ്പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ടെലിഗ്രാമിൽ. അതിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ പ്രിൻ്റ് എടുത്തത്. അവിടെ
ആ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ഇടയ്ക്കിട്ടൊരു പ്രിൻ്റാണിത്. കമ്മീഷൻസ് എല്ലാം കൂടി ഒരൊറ്റ പ്രിൻ്റിലാക്കി വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അങ്ങനെ എല്ലാ കമ്മീഷനും കൂടി ഒരൊറ്റ പ്രിൻ്റിലാക്കിയിട്ടാണ് ആ ചാനൽ ഇട്ട് വെച്ചത്. അപ്പം ഞാനതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാനും നല്ലൊരു പ്രിൻ്റായിരുന്നു അത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഈ കമ്മീഷനും കാര്യങ്ങളിൽ നിന്ന് ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്, ആരാണ് നിയമിക്കുന്നത്, ഇതൊക്കെ ഒരുപാട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ള ഏരിയകളാണ്. ഗവർണറാണോ, രാഷ്ട്രപതിയാണോ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായ ക്വസ്റ്റ്യനിന് നമുക്ക് ഒരു മാർക്ക് നമ്മൾ കളയും. അങ്ങനെയുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഈ വകുപ്പുകളും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ. അതും നമുക്ക് ഒരുപാട് പഠിക്കുമ്പോൾ എല്ലാം കൂടി ആകെ ഒരു അവിയൽ പരുവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാടുള്ളതും പഠിക്കുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ളതുമായ ഏരിയകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുക. ആ ഏരിയയിൽ കൂടി നമ്മൾ വീണ്ടും വീണ്ടും കടന്നു പോവുക. അങ്ങനെ നമ്മൾ എത്രത്തോളം നമുക്ക് ടഫായിട്ടുള്ള ഏരിയാസിലൂടെ കടന്നു പോകുന്നു, അതിനനുസരിച്ച് നമുക്ക് ആ പാടുള്ള ഏരിയ വായിച്ച് വരുമ്പോൾ നമ്മുടെ സ്ട്രോങ് ഏരിയയായി മാറ്റാൻ പറ്റുള്ളൂ. മാത്സിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ മാത്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാത്സിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെനിക്ക് പാടുള്ളതും ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുമായ ഏരിയസ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയും, അതുപോലത്തെ അല്ലെങ്കിൽ ആ ഡെമോയിലുള്ള പല ക്വസ്റ്റ്യൻസ് തപ്പിയെടുത്തിട്ട് പല ടെലിഗ്രാം ചാനലിൽ നിന്നും നോക്കിയെടുത്തിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പലതവണ ചെയ്ത് നോക്കും. മാത്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവരുടെയും കയ്യിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, ഇപ്പോൾ യൂട്യൂബ് ചാനലും പല ചാനലുകളിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഒരുപാട് ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എല്ലാവരും നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുള്ളവരായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി നിങ്ങൾ അത്രയും മെനക്കെട്ട് പോകേണ്ട കാര്യമില്ല. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് സമയം കളയണ്ട. ചെയ്തവരാണെങ്കിൽ അത് ബെറ്ററാണ്. ചെയ്യാത്തവരാണെങ്കിൽ അതിന് വേണ്ടി സമയം കളയണ്ട. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എൻട്രി ആപ്പിൽ ഞാൻ പെയ്ഡ് ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ എൻട്രി ആപ്പ് എടുത്തിട്ട് പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അവരിട്ടിട്ടുണ്ട്. കുറേയൊക്കെ ലോക്ക്ഡാണ്, അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസൊക്കെ അവരുടെ ആപ്പിൽ അൺലോക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതിൽ മലയാളത്തിൻ്റെ 10 ക്വസ്റ്റ്യനും ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 10 ക്വസ്റ്റ്യൻ വീതം ഞാൻ എടുക്കും. ആ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി അവർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ മലയാളം ഞാൻ ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് കൂടി ഞാനൊരു നോട്ടല്ല പേപ്പർ എടുത്തിട്ട് ഞാൻ ആ ഓരോ ഏത് എക്സാമിൻ്റെ ആണെന്ന് പേരെഴുതി വെച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യനും ആൻസറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം സമയം കണ്ടെത്തിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ ഞാൻ 10 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ വന്നിട്ട് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് 10 ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കും. അതിൻ്റെ ആൻസറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി ഒരു പേപ്പറിലാക്കും. പേപ്പറിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പല ബുക്ക് നമ്മൾ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് പാടായിരിക്കും. പേപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും മടക്കിയാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ കരുതാം. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിനിടയ്ക്ക് ശബ്ദങ്ങൾ കയറി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ വായന നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് തൊഴിൽ വാർത്ത കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ വാങ്ങിക്കാറുണ്ട്. എന്നിട്ട് തൊഴിൽ വാർത്തയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഏരിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണെങ്കിലും എല്ലാം ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസറും റിലേറ്റഡ് ഫാക്ട്സും ഞാൻ നോക്കാറുണ്ട്. അതിനോടൊപ്പം അവർ നമുക്ക് വർക്കൗട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാറുണ്ട്. തൊഴിൽ വാർത്തയിലൊക്കെ വരുന്ന മാത്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രീവിയസ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് മാത്സിന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട്, അപ്പോൾ തൊഴിൽ വാർത്തയിൽ ആ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അത്യാവശ്യം ഉപകാരപ്പെടുന്നതാണ്. കാരണം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് അവർ കൊടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാവോ, എത്രത്തോളം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാവോ, അത്രത്തോളം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് PSC ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, മുന്നേ പോലെയുള്ള നിയമനങ്ങളൊക്കെ വളരെ കുറവാണ് PSCക്ക്. മാത്രമല്ല, നിയമനങ്ങൾ നടന്നുകൊണ്ടിരുന്ന പല പോസ്റ്റുകളും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.